നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. എന്നാലാണ് നമുക്ക് കൃത്യമായി എക്സസൈസ് ചെയ്യാനും നമ്മുടെ ശരീരം കൃത്യമായി നന്നാക്കാനും നമ്മൾ കൃത്യമായി എണീറ്റ് നിന്നെങ്കിൽ മാത്രമേ ഭർത്താവിനെ പ്രണയിക്കാൻ നമ്മളുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഭർത്താക്കന്മാരും ആദ്യം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. എന്നിട്ട് ഇണയ്ക്ക് വേണ്ടി ആ ഇണക്കായുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ, പരിശ്രമിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം വേണ്ടേ? പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ലൈഫ് അത് കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോവുക. കൃത്യമായി എക്സസൈസ് ചെയ്യുക. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനാകെ തകർന്നുപോയി, ഇനി എനിക്ക് ആരുമില്ല, ഇനി എൻ്റെ മുമ്പിൽ ആത്മഹത്യ, അങ്ങനെയല്ല. എനിക്കൊരു സെൽഫ് ഐഡൻറ്റിറ്റി ഉണ്ട്. ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് നന്നായി നിവർന്ന് നിന്ന് ജീവിക്കാൻ പറ്റും. അതോടൊപ്പം പൊറുക്കാൻ പറ്റുന്ന തെറ്റുകളൊക്കെ പുറത്തു കൊടുത്തിട്ട് നന്നാക്കാൻ ശ്രമിച്ചു നോക്കണം. നന്നായേക്കാം. നമ്മുടെ ജീവിതം മനോഹരമല്ലേ? എന്തിനാണ് വെറുതെ നശിപ്പിച്ച് കളയുന്നത്? അതുപോലെ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഇത്തരം മോശമായ ചാറ്റുകളിലേക്കും ഹറാമുകളിലേക്കൊക്കെ നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യ കാണുന്നുണ്ടാകില്ല, ഭർത്താവ് കാണുന്നില്ലായിരിക്കാം. എല്ലാത്തിനും മേലെ റബ്ബുൽ ആലമീനില്ലേ? അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ എന്താണ് മറച്ചു വെക്കാൻ നോക്കുന്നത്? അള്ളാഹു കാണില്ലേ? എപ്പോഴും നമ്മളിങ്ങനെ രഹസ്യമായി ചെയ്യുന്നത് ഒരു ദിവസം പിടിക്കപ്പെടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ പിടിക്കപ്പെടുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതം തകരും. നിങ്ങളുടെ മനസ്സിൽ ഭാര്യയോട് സ്നേഹം ഉണ്ടാകും, പക്ഷേ എന്തോ ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയ ചാറ്റായിരിക്കും. പക്ഷേ ഭാര്യ അതറിയുന്നതോടുകൂടെ ജീവിതം തകരും. മക്കൾ നിങ്ങളെ വിട്ടുപോകും, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും. അന്ന് ഈ സ്നേഹമെന്ന പേരിൽ നിങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ, ഒരാളും നിങ്ങളെ കൈപിടിക്കാനുണ്ടാവില്ല. അതുമാത്രമല്ല, പരലോകത്തേക്ക് തൗബയില്ലാതെ നമ്മൾ ചെന്ന് കയറുകയാണെങ്കിൽ കഠിനമായ ശിക്ഷ നമ്മെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാവാതിരിക്കുക. ഇതിൽ പെട്ടുപോയ എൻ്റെ സഹോദരിമാരോട് പറയട്ടെ, ഭർത്താക്കന്മാർ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്റ്റാറ്റിക് ഒന്ന് നിങ്ങൾ പിന്തുടർന്ന് നോക്കൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ഹൃദ്യമായ ദാമ്പത്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.